ഹലോ SLC മക്കളെ, നിങ്ങളുടെ പരീക്ഷ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾ പ്രൂഫ് ക്വസ്റ്റ്യൻസ്, തെളിയിക്കുന്ന ക്വസ്റ്റ്യൻസ് അഥവാ നിങ്ങൾ ചിലർ പ്രൂഫ് ദാറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇല്ല, പ്രൂഫ് ദാറ്റ് തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പ്രൂഫ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ പ്രൂഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് പറഞ്ഞുതരാമല്ല. കാരണം മാത്തമാറ്റിക്സ് നിങ്ങളുടെ സിലബസ് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൂടെ വെറുതെ പോയി നോക്കിയപ്പോൾ ഞാൻ കണ്ട കുറേ പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം കുറേ ഇതൊക്കെ നിങ്ങൾ അരിത്തമാറ്റിക് സീക്വൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ സർക്കിൾസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പ്രൂഫ് എന്നുള്ള വാക്ക് കേട്ടാൽ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഉണ്ട്, ഇവിടെ കുറേ ഉണ്ട്, ഇവിടെ കുറേ ഉണ്ട്. ഓക്കെ, ഇതിൽ എല്ലാം ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എല്ലാം ക്വസ്റ്റ്യനും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം എക്സാമിന് വളരെ റെയർ ആയിട്ട് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ പ്രൂഫോടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിച്ച ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രൂഫിലേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ അരിത്തമെറ്റിക് സീക്വൻസിലൊക്കെ ചിലപ്പോൾ പ്രൂഫ് ദാറ്റ് ഇതെന്താണ്, ഇതൊരു പ്രൂഫ്, ഇതൊരു സിമ്പിൾ പ്രൂഫാണ്, ഒറ്റ ലൈൻ പ്രൂഫാണ്. പിന്നെന്താണ് ഇങ്ങനത്തെ ഒരു സീക്വൻസ് എന്നിട്ട് അതിൻ്റെ സമ്മിൻ്റെ കൂടെ ഒരു ആഡ് ചെയ്താൽ വേറെ പ്രൂഫാണ്. അപ്പോൾ അങ്ങനത്തെ എക്സാമിന് വരുന്ന ടൈപ്പും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പ്രൂഫുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഈ പ്രൂഫുകളെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ മക്കളെ, ഞാൻ ഒരു ചക്ക പ്രൊഡിക്ഷൻ ഇട്ടിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും അതേപോലെ തന്നെ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഉറപ്പായിട്ട് വരുന്ന 20 മാർക്സിൻ്റെ അത് കാണും. പിന്നെ ഈ ലൈവ് കാണും, 10 മണിക്കൂർ ലൈവ് കാണും. അതൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇനി പഠിക്കാൻ കപ്പാസിറ്റിൻ്റെ സമയം ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഈ പ്രൂഫ് കാണേണ്ടത്. കാരണം പ്രൂഫ് വളരെ റെയറായിട്ട് ചോദിക്കാറുള്ളൂ, പക്ഷെ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ 5 hours ലൈവ് ഉണ്ട്, സൺഡേ മറക്കണ്ട, അതിനെല്ലാവരും വരിക. പിന്നെ മക്കളെ +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ബുക്ക് സെറ്റ് കിട്ടാൻ കുറച്ച് ദിവസങ്ങളോടെ ഉള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് എടുക്കാം. വീണ്ടും ഞാൻ പറയാം, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം പ്രൂഫ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ 2-3 കാര്യങ്ങൾ. ഇവിടെ നോക്കിയാൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഈ 3 ബിന്ദുക്കൾ, ഈ 3 പോയിന്റ്സ് ജോയിൻ ചെയ്താൽ റൈറ്റ് ട്രയാങ്കിൾ കിട്ടണം. ഇത്രയുള്ള സംഭവം. നിങ്ങൾ ഇവനെ A എന്ന് വിളിക്കുക, ഇവനെ B എന്ന് വിളിക്കുക, ഇവനെ C എന്ന് വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താ വെച്ചാൽ AB-ൻ്റെ ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിച്ചേ, BC-യും അതേപോലെ AC-യും 3 ആൾക്കാരുടെ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളുടെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക. എന്നിട്ട് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നുണ്ട്. പൈത്തഗോറസ് തിയറം അപ്ലൈ. ഓക്കെ, പൈത്തഗോറസ് തിയറം വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കിയാൽ റൈറ്റ് ട്രയാങ്കിളിനെ പറ്റിയിട്ട് അത് മാത്രമേ നമുക്കറിയുള്ളൂ. ഓക്കെ, അപ്പോൾ AB-ൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് ഞാൻ പെട്ടെന്ന് വരുന്നത് കാണിച്ചു തരാം. ഒരു ഡിസ്റ്റൻസ് കാണിച്ചു തരാം. ഓക്കെ, ഐസോസിലസ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ സമപാർശ്വക ത്രികോണം എന്ന് പറഞ്ഞാൽ 2 സൈഡെങ്കിലും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സെയിം ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച ഈ 3 പോയിന്റും ഒരേ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് സ്ലോപ്പ് ഓഫ് AB ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് BC ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് AC. ഓക്കെ, ഇത് നമ്മുടെ ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് AB + BC ഇസ് ഈക്വൽ ടു AC എന്ന് കിട്ടും. അങ്ങനെ ആണെന്നില്ല, ഏതെങ്കിലും 2 ഡിസ്റ്റൻസ് ആഡ് ചെയ്താൽ 3ാമത്തെ ഡിസ്റ്റൻസ് കിട്ടിയാലും സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുന്നതിന് നോക്കിയാൽ ഇവിടെ AB-ൻ്റെ ഡിസ്റ്റൻസ് 3 - 1 എന്താണ് 1 സ്ക്വയർ + 4 - 3 3 സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്ര വരിക, √10 വരും അല്ലേ, √10 വരുന്നു AB. ഓക്കെ, AB √10. BC എത്രയാണ്, ഇവിടെ 3 - 3 എന്ന് പറയുമ്പോൾ 6 √6 സ്ക്വയർ. ഓക്കെ, +2 സ്ക്വയർ. അപ്പോൾ എത്ര വരിക 36 √40 ആയിക്കോട്ടെ. ഇവിടെ നിന്നാണ് വരുന്നത് AC എന്ന് പറയുമ്പോൾ ഇവിടെ 5 സ്ക്വയർ. ഞാൻ പെട്ടെന്ന് ഡിസ്റ്റൻസ് പറഞ്ഞ 5 സ്ക്വയർ. അപ്പോൾ എത്ര വരിക √50. മക്കളെ ഇവിടെ AC കിട്ടി, AB കിട്ടി, തെറ്റി. മക്കളെ AB സ്ക്വയർ + BC സ്ക്വയർ AC സ്ക്വയർ ആണെന്ന് നോക്കിയേ. ഏതെങ്കിലും 2ന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ മറ്റേ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ പൈത്തഗോറസ് ചെയ്യാൻ വർക്ക് ചെയ്തു. √10ന്റെ സ്ക്വയർ 10 + √40ന്റെ സ്ക്വയർ 40 ഇസ് ഈക്വൽ ടു √50. കറക്റ്റാണ്. 10 + 40 50 ആണ്. പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണമാണ്, കഴിഞ്ഞു. ഇത്രയുള്ള പ്രൂഫ്. അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കാണിച്ചതിൻ്റെ നിങ്ങളെ ജോമെട്രി ആൻഡ് ആൾജിബ്ര ഇപ്പോൾ കണ്ടാൽ മതി. ഓക്കെ, അങ്ങനത്തെ സിമ്പിൾ പ്രൂഫുകളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, അത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഈ ക്വസ്റ്റ്യൻ എന്താ, പ്രൂവ് ദാറ്റ് എൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രൽ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡയഗ്രാം കാണിച്ചു. ഓക്കെ, നമ്മുടെ ഇത് ചക്രീയ ചതുർഭുജം. ഓക്കെ, സൈക്ലിക് ക്വാഡ്രലായിട്ട് എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഇത്രേ ഉള്ളൂ. ഈ ആംഗിൾ X ആണ്, ഈ ആംഗിൾ Y ആണ്, അത് ഓപ്പോസിറ്റ് ആംഗിൾ. എക്സും വൈ നമുക്കറിയാം, സൈക്ലിക് ക്വാഡ്രാറ്റർ എന്താണ് നമുക്കറിയാം, എക്സും വൈ ആഡ് ചെയ്ത് 180. പക്ഷേ ഇതല്ല പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, ഇവൻ Z ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ്, തെളിയിക്കാനുള്ളത് എന്താണ്, ടു പ്രൂവ് എന്താണ്, ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, അതാണ് രണ്ടും ഈക്വൽ ആണ്, എക്സും സെഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൂഫ് നമുക്ക് തുടങ്ങാം. എങ്ങനെ തുടങ്ങാം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കറിയാം എക്സും വൈയും തമ്മിൽ എന്താ അറിയുന്ന കാര്യം, എക്സും വൈയും എന്താണ് സപ്ലിമെൻ്ററി, X + Y = 180 ഡിഗ്രി. എഴുതിക്കോ ഇക്വേഷൻ 1. കാരണം എന്താണ്, കാരണം ഇത്രേ ഉള്ളൂ, അവർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് ഇവിടെ എഴുതി, സൈക്ലിക് ചക്രീയ ചതുർഭുജം. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്റർ X + Y. ഇനി നമുക്കറിയാം വൈയും സെഡും തമ്മിലുള്ള ബന്ധം എന്താ, വൈയും സെഡും ഒരേ ലൈനിലുള്ളൊരു ലൈൻ എന്താണ് ആംഗിളാണ്. സോ ഒരു ലൈനിലെ ആംഗിൾ എന്ന് പറയുമ്പോൾ Y + Z എത്രയാണ്, അതും 180 ആണ്. കാരണം എന്താണ്, ആ ഇക്വേഷൻ 2. ഓക്കെ, ആംഗിൾ ഓൺ സ്ട്രെയിറ്റ്, ആംഗിൾ ഓൺ a line, on straight line. Okay,
ആംഗിൾ ഓൺ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. ഓക്കെ, രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്ത് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പോൾ എന്താ കിട്ടുക, എക്സ് ആദ്യം എക്സ് പ്ലസ് വൈ എടുക്കാം. ഞാൻ ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് വൈ, അതിൽ നിന്ന് കുറയ്ക്കുന്ന എന്താണ് മൈനസ് വൈ പ്ലസ് സെഡ്. ഓക്കെ, ഇവിടെ എന്താണ് കിട്ടുക 180 മൈനസ് 180. അപ്പോൾ ആൻസർ എന്താ വരിക, ഇനി കിട്ടും ആൻസർ എന്താ എക്സും വൈയും. ഓക്കെ, ഇവിടെ വൈ ഉണ്ട്, ഈ വൈയും മൈനസ് വൈയും കൂടി കട്ടായി പോയി. എക്സും മൈനസ് സെഡും ബാക്കി. 180 മൈനസ് 180 0. ഈ സെഡ് അങ്ങോട്ട് പോയാൽ എക്സ് ഈക്വൽ ടു സെഡ് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു സെഡ് എന്നുള്ളത് കിട്ടി. പ്രൂഫ് ഇത്രയേ ഉള്ളൂ പ്രൂഫ്, വേറെ ഒന്നും വേണ്ട. ഒരു കാരണം രണ്ട് കാരണം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയും. ഇതാണ് പ്രൂഫ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റൻ ആട്ടോ അത്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് പ്രൂവ് ദാറ്റ് ഇനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ട്രിക്സ്. ഓക്കെ, ആ പ്രൂഫ് നമ്മൾ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ 1-2 പ്രൂഫ് ഉണ്ട്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, എക്സാമിൽ ചോദിച്ചിട്ടില്ല. ഞാൻ പ്രൂഫ് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് പാരലോഗ്രാം വിച്ച് ഇസ് നോട്ട് എ റെക്ടാംഗിൾ ഇസ് നോട്ട് സൈക്ലിക്. മക്കളെ, ഒരു സാമാന്തരികം ഓക്കെ അത് റെക്ടാംഗിൾ അല്ലെങ്കിൽ 4 ആംഗിൾ 90 ഡിഗ്രി അല്ലെങ്കിൽ സൈക്ലിക് അല്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആണ്, എല്ലാം എന്താണ് സൈക്ലിക് ആണ്. ഓക്കെ ഓക്കെ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്, പക്ഷേ ഇത് അല്ലാന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പേജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയി ചില പ്രൂഫുകൾ ഞാൻ ഇങ്ങനെ എന്താ നിങ്ങൾക്ക് പ്രൂഫായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രൂഫായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം എല്ലാം ചെയ്യുന്നതിൽ പോയിന്റ് ഇല്ല, കാരണം നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എക്സാമിൽ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു നല്ല രസമുള്ള സാധനമാണ് എ ബിയും സി ഡിയും. ഓക്കെ, എ ബിയും സി ഡിയും എന്താണ് നമുക്കറിയാം. ഇതെന്താണ് പി എ നോക്കിയത് അറിയാലോ, പി എ ഇൻറ്റു പി ബി സികൾ പി സി ഇൻറ്റു പി ഡി നമുക്കറിയാം. എവിടെ നിന്നാണ് വന്നത്, ട്രയാങ്കിൾ സിമിലാരിറ്റി. ട്രയാങ്കിൾ സിമിലാരിറ്റി, തുല്യം ട്രയാങ്കിൾ അല്ല, ട്രയാങ്കിൾ സിമിലാരിറ്റി. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, എന്താണ് പേടിക്കേണ്ടത്, പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓഫ് എ പി സി ആൻഡ് പി ബി ഡി. എ പി സി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, എ പി സി ഈ ട്രയാങ്കിളും അതേപോലെ പി ബി ഡി രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് ചെയ്താൽ നമുക്ക് ഇത് രണ്ടും എന്താണ് സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഈക്വൽ അല്ല സിമിലർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും എന്താണ് പി എ ഇൻറ്റു പി ബി സികൾ പി സി ഇൻറ്റു പി ഡി. എങ്ങനെയാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. സിമ്പിൾ സംഭവമാണ്. പ്രൂഫ് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഒന്ന് പഠിച്ചു പോയിക്കോ, എക്സാമിന് ചോദിച്ചാൽ ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല. ഇവിടെ ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ബി ഡി കൺസ്ട്രക്ട് ചെയ്യുക, എ സി കൺസ്ട്രക്ട് ചെയ്യുക. തൊട്ട് മുന്നത്തെ ഒരു പ്രൂഫ് വെച്ച് നമ്മൾ പഠിച്ചു, ഇവൻ എക്സ് ആണെങ്കിൽ ഇവൻ എക്സ് ആണെന്ന് അറിയാലോ, അറിയാം. ഓക്കെ, നമ്മൾ പഠിച്ചു അല്ലേ, സൈക്ലിക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്റ്റേണൽ. ഇവൻ വൈ ആണെങ്കിൽ ഇവൻ വൈ ആണെന്ന് അറിയാം. ഓക്കെ, ആൻഡ് ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള സെഡ് ആംഗിൾ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നോക്കിയാൽ എ പി ഡിയിലെ എ പി സിയിലെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ് അല്ലേ. ഇവിടെ എക്സ് ഉണ്ട്, അതിന് സിമിലർ ആയിട്ട് ഇവിടെ വൈ ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. അപ്പോൾ സെഡ് 3 ആൾക്കാർ കോമൺ ആണ്, അപ്പോൾ സിമിലർ ആണ്. ഓക്കെ, ഇനി പി എ ഇൻറ്റു പി ബി സികൾ പി സി ഇൻറ്റു പി ഡി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് ഈക്വൽ. പി ബി ഡി എന്നുള്ള ട്രയാങ്കിൾ സിമിലർ എങ്ങനെയാണ്, പി ബി ഡി നോക്കിയേ, ബീൻ്റെ അവിടെ ആരാ വരേണ്ടത്, സി. അപ്പോൾ ട്രയാങ്കിൾ സിമിലർ പി സി എ ഇങ്ങനെ വരും കേട്ടോ. കാരണം എന്താണ്, ആംഗിൾ ബിയും ആംഗിൾ സിയും ആണ് ഈക്വൽ, ആംഗിൾ ഡിയും ആംഗിൾ എ ആണ് ഈക്വൽ. അപ്പോൾ അങ്ങനെ വരും. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണേൽ പറയാൻ പറ്റും എന്താണ്, പി ബി പി സി. ഓക്കെ, ഇങ്ങനെ എഴുതാം, പി ബി ബൈ പി സി. ഓക്കെ, ബി ബി ബൈ പി സി. ഓക്കെ, ഈ കുഞ്ഞ് സൈഡ് എക്സിൻ്റെ ഈ സൈഡ് വരുന്ന ഈ സൈഡും വലിയ ട്രയാങ്കിളിൻ്റെ ഈ വലിയ എക്സ് വരുന്ന സൈഡും ഇസ് ഈക്വൽ ടു എനിക്ക് എഴുതാം വൈ വരുന്ന പി ഡി ബൈ പി എ. പി ഡി ബൈ പി എ ഇങ്ങനെയാണ് ശരിക്കും വരെ സിമിലാരിറ്റി. കാരണം ഞാൻ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടുക പി എ പി ബി ഇസ് ഈക്വൽ ടു പി സി പി ഡി. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. ഈ രണ്ട് കാര്യമേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് എഴുതി കാണിക്കുന്ന കഴിഞ്ഞ പ്രൂഫിൽ നിന്ന് കിട്ടിയതാണ്. മൂന്നാമത്തെ പ്രൂഫ് ഇതാ, ഇഫ് പി ബി ഈസ് ഈക്വൽ ടു പി ഡി, പി ബിയും പി ഡി ഈക്വൽ ആണെങ്കിൽ ഐസോസെലസ് ട്രപ്പീസിയം. മക്കൾ എന്താ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എക്സും വൈയും ഈക്വലാണ്, എക്സും വൈ ഈക്വലാണ്, ആംഗിൾ രണ്ടും ഈക്വൽ, ഐസോസെലസ് ട്രയാങ്കിളെ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലാണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മക്കളെ കഴിഞ്ഞു, ഇത് സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആംഗിൾ എന്താ ഐസോസെലസ് ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് സൈഡ് ഈക്വൽ ആണ്, ലംബകം. ഓക്കെ, രണ്ട് സൈഡ് പാരലലാണ്, ഈക്വൽ അല്ല പാരലൽ. ഓക്കെ, രണ്ട് സൈഡും പാരലൽ. ഐസോസെലസ് എന്ന് പറയുമ്പോൾ ഈ ആംഗിളും ഈക്വലാണ്, ഇതും പാരലൽ, ഇതും ഈക്വൽ, ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് വാ. ഇനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം നോൺ സൈക്ലിക് ആണെന്ന് കാണിക്കുന്നത് പ്രൂഫ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, ഞാൻ ലൈവ് ഈ വീഡിയോയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻസ് ആണ്, ഇത് എക്സാമിന് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഇൻ ദിസ് പിക്ചർ എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. അപ്പോൾ സൈക്ലിക് സംഭവങ്ങൾ വർക്ക് ചെയ്യും. ഇനി ഇതെന്താ, പ്രൂവ് ദാറ്റ് ദ ആംഗിൾ വിത്ത് ദ സ്മോൾ ആർക്ക് എ ബി ഉണ്ടാക്കുന്ന സ്മോൾ ആർക്ക് ഓൺ ഒ, ഈ ആംഗിൾ മേക്സ് ഇസ് ദ സം ഓഫ് ദി ആംഗിൾസ് പി ആൻഡ് ക്യൂ. മക്കളെ ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതാ ഇവിടെ നോക്കിയേ, ഈ ആംഗിളിൽ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ എക്സും പിയും ക്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സും വൈ എന്ന് വിളിക്കും. ഓക്കെ, ബേസിക്കലി പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്,
പ്രൂവ് ദാറ്റ് ദി ആംഗിൾ വിച്ച് സ്മോൾ മാർക്സ് മേക്ക് ഇത് ഈ ആംഗിൾ ഓക്കെ ഈ ആംഗിൾ Z ആണെന്ന് വിചാരിച്ചോ ഓക്കെ അപ്പോൾ Z എന്ന് പറയുന്നത് ഇത് സം ഓഫ് P + Q ഓക്കെ അതാണ് കിട്ടേണ്ടത് നമ്മൾ ടു പ്രൂഫ് അപ്പോൾ നമുക്ക് എഴുതാം ടു പ്രൂഫ് തെളിയിക്കേണ്ടത് എന്താണെന്നത് ക്ലിയർ ഐഡിയ ഉണ്ടാവണം എന്താണ് Z = X + Y ഓക്കെ അല്ല നമുക്ക് ഒന്ന് പേര് ചെയ്യാൻ മാറ്റാം കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഇവനെ X എടുക്കാം ഇവനെ Y എടുക്കാം ഇവനെ Z എടുക്കാം ഓക്കെ അങ്ങനെ എടുക്കാം അപ്പോൾ എന്താണ് X = Y + Z ഓക്കെ കിട്ടിയല്ലോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു സിമ്പിൾ കാര്യം കൂടി പറഞ്ഞുതരാം ഈ പ്രൂഫ് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ എക്സിന് പകരം ഞാൻ ഇതിനെ 2x എന്ന് വിളിക്കുന്നത് ഞാൻ സെൻറ്ററിൽ പൊതുവെ എടുക്കുന്ന ആംഗിൾ എപ്പോഴും 2x എന്നാട്ടോ എടുക്കാറ് 2x കാരണം നിങ്ങൾക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പം ഒന്നും വ്യത്യാസമൊന്നുമില്ല നടുക്കിലുള്ള ആംഗിൾ 2x ആക്കി അപ്പോൾ ഇവിടെ ഞാൻ 2x എന്ന് ഇട്ടാൽ മതി അത്രേ ഉള്ളൂ വ്യത്യാസം ഓക്കെ 2x = Y + Z ഓക്കെ നിങ്ങൾ എക്സും വൈയും പേരിടാതെ തന്നെ ചെയ്താലും കുഴപ്പമില്ല ഓക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഞാൻ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചാൽ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കാം മക്കളെ AB എന്നുള്ളത് സെൻട്രൽ ഉണ്ടാക്കുന്ന 2x ആണെങ്കിൽ AB എന്ന് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ പകുതിയല്ല അവിടെ എന്താണ് ഇവിടെ എക്സും ഇവിടെ എക്സും അത് ക്ലിയർ ആണല്ലോ കിട്ടി അപ്പോൾ ആംഗിൾ ACBയും ആംഗിൾ ADCയും എക്സ് ആണ് ആംഗിൾ ഓൺ മേജർ ആർക്ക് എന്ന് കൊടുത്താൽ മതി സിമ്പിൾ ഇനി നിങ്ങളുടെ ഡ്യൂട്ടി ഉണ്ട് അടുത്തത് ഇത്രേ ഉള്ളൂ കഴിഞ്ഞ് പ്രൂഫ് കഴിഞ്ഞു കേട്ടോ ഈ ആംഗിളും ഈ ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആംഗിൾ QCD ഓക്കെ ആംഗിൾ QC ഞാൻ എന്താ ഇവിടെ ആംഗിൾ വേണേൽ ഒരു സ്റ്റെപ്പ് എഴുതാം ആംഗിൾ ACB = ആംഗിൾ ADB എന്താണ് X എന്താണ് മേജർ ആർക്കിൽ ആംഗിൾ മേജർ ആർക്ക് ഞാൻ വെറുതെ എഴുതരാം ഓക്കെ ആംഗിൾ ഓൺ മേജർ ആർക്ക് ഇനി ആംഗിൾ CQDയും ആംഗിൾ DQCയും നിങ്ങൾക്കിപ്പോൾ ഗസ് ചെയ്തിട്ടുണ്ടോ DQC എന്താണ് ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് അതിൻ്റെ എക്സ് കുറച്ച് ബാക്കി 180 - X അല്ലേ അപ്പോൾ എന്നാൽ 180 - X ആംഗിൾ ഓൺ സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾസ് ഓൺ സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾസ് കൂട്ടിയാൽ 180 കിട്ടണം അപ്പോൾ എക്സ് കുറച്ചാൽ 180 - X ഓക്കെ ഇനി അത് കിട്ടി ഇനി നമുക്കറിയാം ഇനി നോക്കിയേ ഇനി നമുക്ക് ഈ എക്സും വൈ തമ്മിലൊക്കെ ബന്ധം കിട്ടി നോക്കിയേ ഇത് ഇവിടെ എഴുതണം 180 - X ഇതും 180 - X കേട്ടോ ഓക്കെ ഈ രണ്ട് ആംഗിളും ഓക്കെ ഇനി ഈ ക്വാഡ്രിലാറ്റർ എടുത്ത CQPD ഓക്കെ CQPD ഓക്കെ കളറൊന്ന് മാറ്റാം CQPD മക്കളെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേ ഓക്കെ CQPD എടുത്താൽ നിങ്ങൾക്കറിയാം ആംഗിൾ എന്താണ് ഈ 4 ആംഗിൾസ് ആഡ് ചെയ്ത് എത്ര കിട്ടും 4 ആംഗിൾസ് ആഡ് ചെയ്താൽ ഈ ആംഗിൾ സിയും ആംഗിൾ ഡിയും ആംഗിൾ ഇതും പിയും ക്യൂ ആഡ് ചെയ്ത് എത്ര കിട്ടും ആംഗിൾ C + ആംഗിൾ P + ആംഗിൾ Q + ആംഗിൾ D നിങ്ങൾക്കറിയാം ക്വാഡ്രിലാറ്ററിൽ 4 ആംഗിൾ ആഡ് ചെയ്താൽ 360 ഡിഗ്രി കിട്ടണം ഓക്കെ അപ്പോൾ ആദ്യം C എന്ന് പറയുമ്പോൾ 180 - X P എന്ന് പറയുമ്പോൾ Z എഴുതിക്കോ ഓരോന്ന് എഴുതിക്കോ ഇത്രേ ഉള്ളൂ സംഭവം വളരെ കഴിഞ്ഞു ആൻസർ കഴിഞ്ഞു ഓക്കെ പ്രൂഫിനി എഴുതി കിട്ടി അപ്പോൾ 180 - X ആണ് C P എന്ന് പറയുമ്പോൾ Z ആണ് Q എന്ന് പറയുമ്പോൾ എന്താണ് Q എന്ന് പറയുമ്പോൾ Y ആണ് ഓക്കെ Y ആണ് ആൻഡ് D എന്ന് പറയുമ്പോൾ എന്താ വീണ്ടും 180 - Z 180 - X 180 - X എഴുതാൻ പറഞ്ഞു അല്ലേ 180 - X അപ്പോൾ 180 + X ആയിപ്പോയി ഓക്കെ = 360 നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും മക്കളെ നോക്കിയേ ഇവിടെ 180 + 180 360 അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും 360 ഉള്ളതുകൊണ്ട് 360 എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തു ഓക്കെ ഇനി എന്താ ബാക്കി വരുന്നത് നിങ്ങൾ കാണാൻ പറ്റും നോക്കിയേ ഇവിടെ ഒരു -Xഉം ഇവിടെ ഒരു -X രണ്ട് -X ഉണ്ട് -2x ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് സൈഡ് മാറ്റി എന്താ കിട്ടുക അപ്പുറ സൈഡിൽ 2x കിട്ടി +2x കേട്ടോ അപ്പോൾ എന്താ കിട്ടിയത് Z + Y = 2x Z + Y നോക്കിയേ ഈ -Xഉം ഈ -Xഉം അപ്പുറ സൈഡിലേക്ക് പോയാൽ +2x ആയി ബാക്കി എന്താ Z + Y അപ്പോൾ Y + Z അഥവാ Z + Y = 2x അപ്പോൾ നമുക്കിത് സിമ്പിൾ ഭാഷയിൽ വേണം എഴുതാം ആംഗിൾ P + ആംഗിൾ Q = ആംഗിൾ AOB കിട്ടിയില്ലേ ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത് കഴിഞ്ഞു ഇത്രയുള്ള പ്രൂഫ് ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൂഫാണ് നമ്മുടെ എക്സാമിൽ ഒരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇത് പഠിച്ചു വെക്കാം ഓക്കെ അപ്പോൾ ഈ പ്രൂഫ് കഴിഞ്ഞു ഇനി ഞാൻ അരിത്തമെറ്റിക് സീക്വൻസിലെ കുറച്ച് സിമ്പിൾ പ്രൂഫ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് വളരെ സിമ്പിൾ പ്രൂഫാണ് കേട്ടോ 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് x - 1 x + 1 നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ x - 1 എഴുതിക്കുക x - 1 x + 1 നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ -1 എവിടേക്ക് പോയി അപ്പോൾ എന്താണ് കോമൺ ഡിഫറൻസ് +1 D = 1 ഇഫ് x - 1 is an even number x - 1 ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ എന്താണ് ഈവൻ ആണെങ്കിൽ ഇവൻ എന്താണ് തൊട്ട് +1 എന്താ ഓഡ് ആണ് ഈവൻ ആണ് അടുത്ത ഈവൻ നമ്പർ അല്ലേ അപ്പോൾ x - 1 ആണ് അടുത്ത ഈവൻ നമ്പർ x + 1 ആണ് ഈവൻ നമ്പർ ഇവൻ ഓഡ് ആണ് ഓക്കെ പ്രൂവ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അടുത്തടുത്തുള്ള 2 ഇരട്ട സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആൻഡ് ആഡ് 1 to it അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും അപ്പോൾ നോക്കിയേ
ഇവനൊരു ഈവൻ നമ്പർ അവരെ മൾട്ടിപ്ലൈ ചെയ്തേ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതാണ്. ഓക്കെ, ഇതെന്താ മക്കളെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക, എ പ്ലസ് ബി മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്താ കിട്ടുക നമുക്ക് കിട്ടുക എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 1, ഈ -1 പ്ലസ് 1 കൂടി പോയാൽ കഴിഞ്ഞില്ലേ, പെർഫെക്റ്റ് സ്ക്വയർ. ഇത്രേ ഉള്ളൂ, പൂർണ്ണവർഗ്ഗം കിട്ടി. ഇത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ഇതല്ലേ, വളരെ സിമ്പിൾ. പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗ്ഗം, പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ക്വസ്റ്റിന് ബാക്കി നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാ ഇത്രേ ഉള്ളൂ. ഇത് പ്രൂഫ് പറഞ്ഞ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. The sum of the first n terms of sequence is n square plus 2n. What is the first term? Common difference. Find the sum of 20 terms. Prove that the sum of continuous terms starting from the sequence 3, 5, 7. ഇത് രസമുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ നോക്കുന്ന ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് 3, 5, 7. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഒരു സമ്മിൻ്റെ സീക്വൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്നിന് 1 ഇട്ട് കൊടുത്താൽ സം 1 ഫസ്റ്റ് ടേം സം S1 ഉം x1 സെയിം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമ്മിന് 1 ഇട്ടുക 1 + 1 3, ഫസ്റ്റ് ടേം 3. S2 ഇട്ടാൽ എന്താണ്, S2 എന്ന് പറയുമ്പോൾ x1 + x2 കേട്ടോ. അപ്പോൾ എത്ര കിട്ടുക, n2 ഇട്ടാൽ 2 സ്ക്വയർ 4 + 4 8 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും x1 ഇട്ട് x2 5 ആണ്. x2 5 കിട്ടിക്കോളും. ഞാൻ പെട്ടെന്ന് ചെയ്യാണ്, കാരണം നമുക്കെന്താണ്, നമുക്ക് ഇതല്ല നമ്മുടെ പ്രൂവ് ആണ് ഇന്നത്തെ വിഷയം. ഓക്കെ, അപ്പോൾ നോക്കിയേ 3, 5 ഇതുണ്ട്. 3, 5 എപ്പോഴും സബ് ക്വസ്റ്റ്യൻ എപ്പോഴും അവസാനത്തെ വായിച്ചാൽ ഫസ്റ്റിൻ്റെ ആൻസർ മിക്കവാറും കിട്ടും. അത് വേറെ ട്രിക്ക്. ഇനി ഇവർ പറയുന്നത് ഇതിൻ്റെ മക്കളെ സം ഓഫ് കണ്ടിന്യൂസ് ടേം സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ്. ഓക്കെ മക്കളെ, ഈ സമ്മ് ഇതാരുടെയാ, ഇതാണ് ആ സമ്മ്. ഓക്കെ, ഇവൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇതാണ് n² + 2n. അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ, ഓക്കെ മക്കൾ ഇവർ പറയുന്നത് ഇതിൻ്റെ സം ഓഫ് n + 1 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെന്ന്. സം ഓഫ് n നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് n² + 2n. ഓക്കെ, അപ്പോൾ n² + 2n + 1. ഓക്കെ, എന്താ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, n² + 2n. ഓക്കെ, n² + 2n. 2n എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, 2ൻ്റെ പകുതി 1, ആ 1² ആഡ് ചെയ്ത് കൊടുത്തേ, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആൻസർ എന്താണ്, n + 1² എന്താ, n + 1². പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ, കഴിഞ്ഞു. പെർഫെക്റ്റ് സ്ക്വയർ ആണ് മക്കളെ, പെർഫെക്റ്റ് സ്ക്വയർ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതിനാണ് പ്രൂഫ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇവിടെ തന്നുള്ള കാര്യങ്ങളുടെ കൂടെ ഒരു +1 കൂടി ചെയ്യുക, അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് കാണിക്കുക, പൂർണ്ണവർഗ്ഗമാണെന്ന് കാണിക്കുക. സിമ്പിളല്ലേ. ഇതാണ് അടുത്ത പ്രൂഫ് ദാറ്റ് വരുന്നത്. ഓക്കെ, വേറെ പ്രൂഫ് ദാറ്റ് എന്താണ് വരുന്നത്, ഇത് ഞാൻ ലൈവിൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് ആൽജിബ്രൈക് സീക്വൻസ് തന്നിട്ടുണ്ട് 4, 7, ഇത് 7, 11, 15 എന്ന് പറഞ്ഞിട്ട് ഇതെഴുതി. ഇത് രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 2-3 രീതിയിൽ പ്രൂവ് ചെയ്യാം. മാത്തമാറ്റിക്കലി ഏറ്റവും പെർഫെക്റ്റ് പ്രൂഫും ഒരു സിമ്പിൾ ലോജിക്കൽ പ്രൂഫുണ്ട്. ഓക്കെ, റൈറ്റ് ദി ആൽജിബ്രിക് എക്സ്പ്രഷൻ. മക്കൾ ഇത് എന്താണ് കിട്ടുന്നത്, നിങ്ങൾക്ക് 4n + 3 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇത്രയുള്ള സംഭവം. നിങ്ങളിതിൽ നോക്കിയാൽ 4n + 3 ആണ് വരിക. 4n + 3. ഓക്കെ, എങ്ങനെ അത് കാണിക്കുക, ആൽജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടുക, xn = dn + f - d. ഓക്കെ, അങ്ങനെ കിട്ടുക, xn = d. 4 ആണ് 4n + ഫസ്റ്റ് ടേം 7 - 4, അപ്പോൾ 4n + 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ടേമിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടും. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഇസ് ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്. നിങ്ങൾ നോക്കിയേ 7 / 4 എത്ര വരിക, 1 വന്നു, -4 ചെയ്യുമ്പോൾ എത്ര കിട്ടുക, നമുക്ക് 3 വന്നു. കോമൺ ഡിഫറൻസ് 3 കിട്ടി. 3 ആണ്. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് എപ്പോഴും 3 കിട്ടും. അപ്പോൾ അതേപോലെ 11, അതിൻ്റെ ഒരു ക്ലൂ ആട്ടോ അവർ തരുന്നത്. 11 / 4 എത്രയാ, 2 വന്നു. ഓക്കെ, 8 - ആയി, അപ്പോൾ എത്രയാ, 3 വന്നു. ഓക്കെ, അപ്പോൾ ഏത് ടേം നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുക, 4n + 3 ആ പ്ലസ് നമ്പറാണ് കിട്ടുക. ഓക്കെ, എത്രയാ, 3 വന്നു, ബാക്കി എത്രയാ, 12 കുറച്ച് 3 വന്നു, എപ്പോഴും 3 വരും. ഓക്കെ, ഇനി പ്രൂവ് ദാറ്റ്, അത് നിങ്ങൾക്ക് കിട്ടിയാലോ ആ ലോജിക്ക് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാം, അത് മതിയായിരിക്കും ആൻസർ ചെയ്യുന്നു. ഓക്കെ, പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദ സീക്വൻസ്, ഇതിൻ്റെ സ്ക്വയറുകൾ ഡു നോട്ട് ബിലോങ് ടു ദ സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ് ബേസിക്കലി 4, 7, 10 എന്താ അടുത്ത ടേം വരിക മക്കളെ, +3 ചെയ്താൽ 13. ഓക്കെ, 13, 16 ഇങ്ങനെ എല്ലാം എഴുതണ്ട. ഈ സീക്വൻസിൻ്റെ സ്ക്വയറുകൾ, ഇതിൻ്റെ സ്ക്വയറുകൾ, ഇവൻ്റെ പൂർണ്ണവർഗ്ഗം. ഇതെന്താണ് മക്കൾ, ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താൽ ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, xn = dn + f - d. ഓക്കെ, xn എന്ന് പറയുമ്പോൾ എത്ര, d എന്ന് പറയുമ്പോൾ 3n + ഫസ്റ്റ് ടേം 4 - 3, അപ്പോൾ 3n + 1. ഓക്കെ, 3n + 1. ഓക്കെ, നിങ്ങളിതിലെ ഏതൊരു ടേമും 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ, കോമൺ ഡിഫറൻസ് ആയ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും. ഓക്കെ, അതാണ് അതിൻ്റെ ലോജിക്. ഓക്കെ, ഇനി ഇവന്മാരുടെ സ്ക്വയർ ആയിരിക്കും. ഇവന്മാരുടെ സ്ക്വയറിൻ്റെ സീക്വൻസ് എന്താണ് വരിക, സ്ക്വയർ ചെയ്യുമ്പോൾ 16. ഓക്കെ, 16, 7 സ്ക്വയർ 49, 10 സ്ക്വയർ 100 ഇങ്ങനെ പോയിക്കോട്ടെ. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നില്ല കേട്ടോ, സ്ക്വയറിൻ്റെ സീക്വൻസ് ആണെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ ഭാഷയിൽ പറയുകയാണ് എന്താണ്,
എക്സ് എൻ സ്ക്വയർ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ് 3n + 1 the whole square. ഓക്കെ, 3n + 1 the whole square ആണ് സംഭവം. ഞാൻ ടേമിനെ സ്ക്വയർ ചെയ്യുന്നു. അപ്പം ഈ 3n + 1 the whole square നിങ്ങൾ എങ്ങനെ ചെയ്താലും ഈ ഒരു രീതിയിൽ കിട്ടരുത്. 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുന്നത്. അത്രയുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ 16 / 3 എത്ര വരിക? ഓക്കെ, ഈ നമ്പർ 4 / 3 റിമൈൻഡർ 1, 7 / 3 റിമൈൻഡർ 1, 10 / 3 റിമൈൻഡർ 1, 30 ഒക്കെ ഡിവൈഡ് ചെയ്താൽ 3 വെച്ച് റിമൈൻഡർ വന്നാൽ 1 വരിക. ഓക്കെ, ഇവിടെ 16 / 3 എത്ര? 16 വന്നു. ഡസ് നോട്ട്. ഇവിടെ ഞാൻ എഴുതിയാൽ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ. 4, 7, 10 ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, 4ൻ്റെ സ്ക്വയർ 16 ഈ സീക്വൻസിൽ ഉണ്ടല്ലോ. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദി സീക്വൻസ് ഡു നോട്ട് ബിലോങ് ടു ദിസ് സീക്വൻസ്. 4ൻ്റെ സ്ക്വയർ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ മാറിപ്പോയതാണോ? ക്വസ്റ്റ്യൻ മാറിപ്പോയതാണോ? ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ലൈവിൽ ചെയ്തപ്പോൾ സെയിം മിസ്റ്റേക്ക് ചെയ്താൽ ഈ 7, 11 എടുക്കാം. ഓക്കെ, 7, 11, 15, 4, 7, 10. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ പറഞ്ഞുതരാം. യെസ് മക്കളെ, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താ മനസ്സിലായി. ഇവർ പറഞ്ഞത് ഈ സീക്വൻസ് പ്രൂവ് ദാറ്റ് സം സ്ക്വയർ ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ഈ സീക്വൻസ്, ഇവൻ്റെ സീക്വൻസിലുള്ള സ്ക്വയറുകൾ ഈ സീക്വൻസിൽ ഇല്ലാന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ സംഭവം വേണ്ട. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്താണ് മക്കളെ? ഇത്രേ ഉള്ളൂ. ഈ സ്ക്വയറുകൾ, ഈ നമ്പറിൻ്റെ സ്ക്വയറുകൾ ആയിരിക്കാം 14, 16, 100 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഈ ഇതിൻ്റെ സ്ക്വയറുകളാണ് ഇവന്മാർ ഇതിലില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിലില്ലാന്ന്. ഓക്കെ, ഏതിലില്ല? നമ്മുടെ 7, 11, 15 ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് 7, 11, 15 നമുക്കറിയാം എങ്ങനെയാണ്? 4n + 3 ആണ്. 4n + 3 ഒരു നമ്പർ × 4 + 3. അപ്പം നിങ്ങൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരരുത്. അത്രേ ഉള്ളൂ. 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരും. നോക്കിയാൽ 16 നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 0 റിമൈൻഡർ വരും. 49 നിങ്ങൾ റിമൈൻഡർ വെച്ച് ചെയ്താൽ എത്ര? 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി 4 വെച്ച് ചെയ്താൽ 12 പോയി 48, 1 റിമൈൻഡർ വന്നു. കുഴപ്പമില്ല. 100നെ നിങ്ങൾ ചെയ്താൽ 0 വരും. അടുത്ത നമ്പർ എന്താ വരിക? 13ൻ്റെ സ്ക്വയർ 169. 169 നിങ്ങൾ ചെയ്താൽ 161 റിമൈൻഡർ. അപ്പോൾ 1ഉം 0, 1ഉം 0 റിമൈൻഡർ വരും. ഇനി അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്ത് ഭയങ്കരമായിട്ട് മാത്തമാറ്റിക്കലി ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്യും. 3n + 1 ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ എന്താണ് കിട്ടുക? 9n² + 1 + എന്താണ് 6n. ഓക്കെ, ഇത് ഇങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ നമുക്ക് കിട്ടും 9n² + 6n + 1. ഇത് നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും ഇവൻ എന്താണ് 4n + 1 എന്നുള്ളൊരു ഇതായിട്ട് വരൂല അല്ലേ? ഇവൻ ഇതായിട്ട് ഈക്വൽ അല്ല. നിങ്ങൾക്ക് ഈ ഒരു സീക്വൻസ് ഇത് കണ്ടാൽ മനസ്സിലാവും മാച്ച് ആവുന്നില്ല അല്ലേ? 9n² + 6n + 1ഉം 4n + 1 ഒരു മാച്ച് ആവാത്തൊരു ഓർഡറാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 കിട്ടില്ല എന്ന് കാണിക്കുന്നു. ഓക്കെ, അല്ല 4n + 3 അല്ല, 4n + 3 അല്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇത് 4 വെച്ച് ഡിവൈഡ് നിങ്ങൾക്ക് വേറെ എന്തോ കിട്ടുക? 1ഉം 0 ഒക്കെ ആയിരിക്കും കിട്ടുക. ഇവിടെ വെച്ച് എപ്പോഴും 3 കിട്ടുക. അതാണ് കാണിക്കേണ്ടത്. ഓക്കെ, റിമൈൻഡർ വെച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ പ്രൂഫ് വെച്ചതാ 3n + 1 ഹോൾ സ്ക്വയർ ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ 3n + 1 എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് നിങ്ങൾക്ക് പറ്റൂല എന്നാണ് കാണിക്കുന്നത്. ഫുൾ പ്രൂഫ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത്രയും ചെയ്താൽ മതി. അതാണ് നിങ്ങൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, ഇതൊരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. അത്ര ടഫൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the algebraic form of the arithmetic sequence 2n + 3 ആണെങ്കിൽ ഫസ്റ്റ് ടേം കോൺസ്റ്റന്റ്, ഫസ്റ്റ് n ടേംസിൻ്റെ സീക്വൻസ് എഴുതുക. അതൊക്കെ സിമ്പിളാണ്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്. പ്രൂവ് ദാറ്റ് 4 added to the sum of the first n terms of the arithmetic sequence of 2n + 3 is a perfect square. അപ്പം ആദ്യം നമ്മൾ എന്താണ്? ഇത് 2n + 3 ആണ് തന്നിരിക്കുന്നത് xn. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടേം എന്താണ് മക്കളെ? 5 അല്ലേ? ഫസ്റ്റ് ടേം 5 കോമൺ ഡിഫറൻസ് കിട്ടും. 5 + 2 എത്ര വരിക? 6 + 3 എത്ര? 7, 8. ഓക്കെ, ഇതന്നെയല്ലേ? കറക്റ്റ് അല്ലേ? ഇല്ല, സോറി, ഇവിടെ എന്താ വരിക? 4 + 3 7. ഓക്കെ, പിന്നെ ഇങ്ങനെ 2 കൂടി 2 ആണ് കോമൺ ഡിഫറൻസ്. 2 കൂടി 9 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതിൻ്റെ സം ഇങ്ങനെ കണ്ടുപിടിക്കുക. SN കണ്ടുപിടിച്ചാൽ കേട്ടോ നമുക്ക് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്. അപ്പോൾ SN എന്ന് പറയുമ്പോൾ എത്രയാണ്? n/2 × 2a + n - 1d. 2a + n - 1d. ഓക്കെ, അത് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? നമുക്ക് SN കിട്ടും n/2 × 2a. 2a എന്ന് പറയുമ്പോൾ 2 × ഫസ്റ്റ് ടേം 2 × 5 എത്ര? 10 + n - 1 × എത്ര മക്കളെ? കോമൺ ഡിഫറൻസ് 2. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര? n/2 × എത്ര കിട്ടുക? 10 + 2n - 2. ഓക്കെ, 2n - 2. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ടേംസിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ n × മക്കളെ 10/2 5 ആണ്. 2n/2 എന്ന് പറയുമ്പോൾ n ആണ് -1. ഓക്കെ, എന്താ സംഭവിച്ചത്? ഈ 2 ഞാൻ ഇവിടെയും ഡിവൈഡ് ചെയ്തു. ആ ബ്രാക്കറ്റ് മൊത്തം ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ്? SN = 5n + n² - 1. സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് കിട്ടും n², ഓക്കെ, + 5n - 1 ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഇവർ പറയുന്നത് എന്താണ്?
പ്രൂവ് ദാറ്റ് ഇതിനൂടെ 4 ആഡ് ചെയ്താൽ, ഓക്കെ, ഇതിനൂടെ 4 ആഡ്, ഈ സം ഓഫ് ഫസ്റ്റ് 10 ടേംസിനൂടെ 4 ആഡ് ചെയ്താൽ എനിക്ക് എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതാണ് പറയുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നു. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സേ എക്സാമിലെ ക്വസ്റ്റൻ കേട്ടോ, ക്വസ്റ്റനിൽ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടു. ഓക്കെ, SN + 4. ഓക്കെ, അപ്പോൾ n² + 5n, ഓക്കെ, -1 ഉണ്ട്, അതിനൂടെ +4 ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതാണ് പറയുന്നത്. എനിക്കതിൽ നല്ലൊരു സംശയമുണ്ട് കേട്ടോ, നല്ല സംശയമുണ്ട് എനിക്കിവിടെ. ഞാൻ എഴുതിയാലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ? 5n എവിടെ നിന്ന് എനിക്ക് വന്നത്? 5n. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് മാറ്റി ശരിയാക്കി തരാം. ഓക്കെ, n² + 5n പ്ലസ് എന്താണ്, +3 കിട്ടി, +3 കിട്ടി, 4 - 1 3 കിട്ടി. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, പൂർണ്ണവർഗ്ഗം അല്ലല്ലോ. ഞാൻ നോക്കട്ടെ, എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ട് എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ പെട്ടെന്ന് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമാണ് മക്കളെ. ഇവിടെ 10 - 2 ചെയ്താൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ 10 - 2 ഞാൻ ചെയ്യാൻ മറന്നുപോയി, അപ്പോൾ അതും ചെയ്തിട്ട് ഞാൻ ഇതാ കംപ്ലീറ്റ് ചെയ്തിപ്പോൾ കാണിച്ചു തരാം. n/2 ഇൻറ്റു 10 - 2 എത്ര? 8 + 2n. ഓക്കെ, ഇത് ഇവിടേക്ക് ഞാൻ n മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത് എനിക്ക് കിട്ടുക? എനിക്ക് n × 4 + n കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് കിട്ടുക? SN = n² + 4n. ഓക്കെ, n² + 4n. ഇനി ഇവർ പറയുന്നത് എന്താണ്? ഇതാണ് സം ഓഫ് n ടേംസ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കൂടെ ഞാൻ 4 ആഡ് ചെയ്താൽ, വിച്ച് ഈസ് SN + 4 ചെയ്താൽ ഇവർ പറയുന്നത് എന്താണ്? n² + 4n കൂടെ 4 ആഡ് ചെയ്താൽ എനിക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതാണ്, വിച്ച് ഇസ് +4. നിങ്ങൾക്കറിയാം കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ നോക്കിയാൽ n² + 4n, ഈ 4ൻ്റെ പകുതി 2, 2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ കിട്ടും പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് പോവാം, ചെയ്യാം. ഓക്കെ, n² + 4n + 2² ആണുള്ളത്. അപ്പോൾ എന്താണ് കിട്ടുക? n + 2² n + 2² എനിക്ക് കിട്ടി. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തെന്താ പ്രൂവ് ചെയ്യണമെന്ന് വെറുതെ നോക്കാം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നിങ്ങൾ ലൈവിലൊക്കെ എൻ്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് tan 44 × tan 46 = 1. ഇതൊക്കെ സിമ്പിൾ പ്രൂഫാണ്. ഇവിടെ തന്നെ നമ്മൾ tan 44 കണ്ടുപിടിക്കുന്നു. മക്കളെ, tan 44 ഇവിടെ എന്താ? ഈ ട്രയാങ്കിൾ വെച്ച് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, AB/BC. ഓക്കെ, AB/BC എന്താണ്? ഓപ്പോസിറ്റ് ബൈ AB/BC. ആൻഡ് അതേ സമയത്ത് tan 46 എന്താ? ഇത് 46 ആയിക്കോളൂ കേട്ടോ, മറ്റേ ആംഗിൾ. അപ്പോൾ എത്രയാ? BC/AB. എത്രയാ? BC/AB. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ കട്ട്. അപ്പോൾ എന്താണ്? 1 വന്നു. അങ്ങനത്തെ സിമ്പിൾ പ്രൂഫ്സ് ആണുള്ളത്. ആ പ്രൂഫ് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ടാൻജൻറ്റിൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ പ്രൂഫാണ്. ഓക്കെ, അതൊന്ന് വേഗം നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് നിങ്ങളുടെ സ്ക്രീൻ ഒന്നും കാണുന്നില്ല. ഒരു സെക്കൻഡ് നിങ്ങളും എടുക്കുക, ലൈക്ക് അടിക്കാൻ. ഓക്കെ, ലൈക്ക് അടിക്കുക, എന്നാലും എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, എവിടെ പോയി നിങ്ങളുടെ റെക്കോർഡിങ്? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവസാനം ഞാൻ എൻ്റെ ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് വരിക. ഇൻ ദ ഫിഗർ OS സെൻറ്റർ. മക്കളെ, ഇത് ടാൻജൻ്റ് ആണെന്ന് മനസ്സിലായി. ഇത് രണ്ടും ടാൻജൻ്റ് ആണ്, സെൻറ്ററിലേക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് AP is 5, AP മൊത്തം 5 ആണ്. ഇത് 5 ആണെങ്കിൽ വാട്ട് ഇസ് ലെങ്ത് ഓഫ് AQ? ഇതും 5 ആണ്, ഇതും 5 ആണ്. ഓക്കെ, പ്രൂവ് ദാറ്റ് AB = BC. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി ഇവിടെ. ഓക്കെ, നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കിയാൽ ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. ഓക്കെ, ആൻഡ് ഒരു സർക്കിളിൽ, ഇത് 9ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ ലൈൻ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു ദ കോഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്സ് ദ കോഡ്. ഓക്കെ, കേന്ദ്രത്തിൽ നിന്ന് ഒരു ഞാനിലേക്ക് 90 ഡിഗ്രി മട്ടമാണെങ്കിൽ, 90 ഡിഗ്രി ആണെങ്കിൽ അത് തന്നെ സമഭാഗം ചെയ്യുന്നു. അത് പ്രൂവ് ചെയ്താൽ നമുക്ക് കിട്ടി. ഇതും 5 ആണ്, ഇതും 5 ആണ്. APയും BCയും ഈക്വൽ, ഇതും 5 ആണ്, ഇത് 5 ആണ്. അതോടെ നമുക്ക് പ്രൂവ് ചെയ്യാം ABയും ACയും ഈക്വൽ ആണ്. അത്രേ പ്രൂവ് ചെയ്യാനുള്ളൂ. പ്രൂഫ് ഭാഗം ഈ ക്വസ്റ്റനിൽ അത്രേ ഉള്ളൂ. ഓക്കെ, അതും കിട്ടി. അടുത്തെന്താണ് നമുക്ക് വരുന്നത്? ഈ ഒരു ക്വസ്റ്റൻ വെച്ചിട്ടുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 2019 വെച്ചാൽ അതിൻ്റെ പ്രൂഫ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്രൂഫ് അടുത്ത് വരുന്നത് നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഓക്കെ, അതേപോലെ വേറൊരു പ്രൂഫ് ഉണ്ട്. ഇത് 2 വർഷം എക്സാം ചോദിച്ചാൽ 2019 ഒരു C എക്സാമിനും. ഓക്കെ, അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ A എന്ന് പറയുന്നത് നിങ്ങൾ X ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, A എന്ന് പറയുന്നത് X ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് C എന്ന് പറയുന്നത് 90 - 2x എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത് സെൻട്രൽ ആംഗിൾ എടുക്കുക. നിങ്ങൾക്ക് ഇത് സപ്ലിമെൻ്ററി ആണ്, പക്ഷേ ഇതല്ല, കോഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൂഫും സൊല്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത്, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം പ്രൂഫും നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത് വരുന്നത്. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ? ഈ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേഗം കാണിച്ചു തരാം. വളരെ സിമ്പിൾ ഇക്വേഷനാണ് വരുന്നത്. നമുക്ക് സ്ലോപ്പ് ആദ്യം കണ്ടുപിടിച്ചേ. ഓക്കെ, രസമുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് സ്ലോപ്പ് നോക്കിയാൽ, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ M is equal to സ്ലോപ്പ് y2 - 5 ആണ്. അപ്പോൾ 7 - 4 / 2 - 6 അല്ലേ? 7 - 4 2 - 6. അപ്പോൾ എത്ര വരിക? നമുക്ക് 3 / 4, 3 / -4 -3/4 ഉണ്ടാവും. ഓക്കെ,
മേലെ 3യും താഴെ -4, അപ്പോൾ -3/4. ഓക്കെ, സ്ലോപ്പ് കിട്ടി. ഇനി ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ എഴുതാം. y - y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x - x1. ഓക്കെ, റെഡി. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? എനിക്ക് കിട്ടുക, ഞാൻ ഈ 2,7 എടുക്കാം. അത് നല്ല അല്ലേ, 6,4 എടുക്കാം. 6,4 എടുക്കാം. ഓക്കെ, 6,4. അപ്പോൾ y - 4 ഇസ് ഈക്വൽ ടു -3/4 ഇൻറ്റു x - 6,4. അപ്പോൾ 6. ഓക്കെ, നമുക്ക് ഈ ലൈൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഈ 4 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 4y - 16 ഇസ് ഈക്വൽ ടു -3x + 18. ഓക്കെ, ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ കിട്ടുക? 3x + 4y. ഓക്കെ, -16 - 18 ഇസ് ഈക്വൽ ടു 0 അല്ലേ? -18 അങ്ങോട്ടേക്ക് വരുമ്പോൾ 3x + 4y നമുക്ക് എത്ര വരെ? -34 അല്ലേ? -34 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ സംഭവം കിട്ടി. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ. ഓക്കെ, ഇനി എക്സ് വൈ ഈ ഇതിലെ പോയിൻ്റാണ്, നമുക്കറിയാം. അതാണ് നമ്മുടെ മെയിൻ ഐഡിയ. ദെൻ പ്രൂവ് ദറ്റ് x - 4ഉം y + 3 ഇതിലാണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യുക? എക്സ് ഉള്ളിടത്ത് x - 4 ഇട്ടേ. നമ്മൾ നിന്ന് എക്സ് ഉള്ളിടത്ത് ഞാൻ x - 4 എന്ന് ഇടുന്നു. ഓക്കെ, ആൻഡ് y ഉള്ളിടത്ത് എന്താണ്? y ഉള്ളിടത്ത് ഞാൻ y + 3. ഓക്കെ, 4 ഇൻറ്റു y + 3. അങ്ങനെയാണ് ഇക്വേഷൻ അവസാനം സെയിം കിട്ടിയ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. y + 3 -34 ഇസ് ഈക്വൽ ടു 0. ഈ സെയിം ഇക്വേഷൻ എനിക്ക് തിരിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ 3 ഇൻറ്റു എക്സ് എത്ര മക്കളെ? 3x -12 + 4 ഇൻറ്റു y + 3 4y + 12 -34. മക്കളെ, എനിക്ക് ഈ സെയിം ഇക്വേഷൻ തിരിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു -12ഉം ഇവിടെ ഒരു +12 ഉണ്ട്. അവരെല്ലാം കട്ടായി പോകുമല്ലോ. കട്ട് +12 -12 പോയി. തിരിച്ചെന്താ എനിക്ക് കിട്ടിയത്? 3x + 4y - 34 ഇസ് ഈക്വൽ ടു 0. പ്രൂവ് ചെയ്തു. സെയിം ലൈൻ കിട്ടില്ല? സെയിം ലൈൻ കിട്ടി അല്ലേ? ഒരു വ്യത്യാസമല്ല. ആ പോയിന്റ് ഇട്ടുകൊണ്ട് ഒരു പ്രശ്നമല്ല. x - 4ഉം y + 3 അതിലുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാപ്പി. അത്രേ ഉള്ളൂ ഇതിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റനും പ്രൂവ് ചെയ്തു. പിന്നെ ആകെ ഒരു പ്രൂഫുള്ള ക്വസ്റ്റനും കൂടി ഉള്ളൂ. അതിൻ്റെ പ്രൂഫ് ഞാൻ അടുത്ത പേജിൽ വെച്ചിട്ടുണ്ട്. ആ നോട്ട്സ് മൊത്തം ഞാൻ നമുക്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഡിസ്ക്രിപ്ഷനിൽ അലൻ സാറിൻ്റെ അലൻ ട്രീയിൽ ജോയിൻ ചെയ്യുക. അലൻ ട്രീ ലിങ്ക് ട്രീയിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓൾ പ്രൂഫ് ഇതിൽ എല്ലാം ഇമ്പോർട്ടൻറ്റ് പ്രൂഫ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം പ്രൂഫൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി വെക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും ഞാൻ ചക്ക പ്രൊഡിക്ഷൻ ചെയ്തിട്ടുണ്ട്, അതും പോയി കാണാം. അപ്പോൾ 20 മാർക്ക് അവിടെയും. പിന്നെ കൺസ്ട്രക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചു. പിന്നെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ 2 ലൈവിൽ തീർക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ നല്ല ഉറപ്പായിരിക്കും. പ്രാക്ടീസ് ചെയ്യുക. പിന്നെ +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം മറക്കണ്ട. പിന്നെ എല്ലാ പ്രൂഫും നിങ്ങൾ ചെയ്യാൻ നിന്നാൽ ടൈം വേസ്റ്റ് ആയിരിക്കും എൻ്റെ അഭിപ്രായം. കാരണം ഒരു പ്രൂഫല്ല 2 പ്രൂഫൊക്കെ മാക്സിമം ചോദിക്കും. അതും 5-6 വർഷത്തെ പേപ്പർ നോക്കുമ്പോൾ ഒരിക്കലൊക്കെ വരാറുള്ളൂ. ഓക്കെ, അടിപൊളിയായി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. സൺഡേ നമുക്ക് കാണാം 5 o'clock. ഓക്കെ, അപ്പോൾ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.